മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ജൂൺ 27-ന് തിയേറ്ററുകളിലെത്തിയ കണ്ണപ്പ മുന്നേറുകയാണ്. പ്രഖ്യാപനം മുതൽ തന്നെ തെലുങ്ക് സിനിമയായ കണ്ണപ്പ കേരളത്തിലടക്കം ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരനിരയുമായി എത്തിയിരിക്കുന്ന ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴത്തെ റിലീസ് ചെയ്ത ശേഷം ഇതുവരെ കണ്ണപ്പ നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്നും 9.35 കോടി രൂപയാണ് കണ്ണപ്പ നേടിയത്. തമിഴിൽ നിന്ന് 15 ലക്ഷവും തെലുങ്കിൽ നിന്ന് 8.25 കോടി രൂപയും ചിത്രം നേടി. മാത്രമല്ല ഹിന്ദിയിൽ നിന്ന് 65 ലക്ഷം രൂപയും മലയാളത്തിൽ നിന്ന് 20 ലക്ഷവുമാണ് കണ്ണപ്പ നേടിയത്. 7.15 കോടിയാണ് രണ്ടാം ദിനം ചിത്രം നേടിയത്. മൂന്നാം ദിനം 6.9 കോടിയും കണ്ണപ്പ നേടി. ശേഷം 2.3 കോടി, 1.8 കോടി, 1.35 കോടി, 1.35 കോടി എന്നിങ്ങനെയാണ് 4 മുതൽ 7 ദിവസം വരെ ചിത്രം നേടിയത്. അങ്ങനെ കണക്കുകൾ പ്രകാരം കർണാടകയിൽ നിന്നും 7 ദിവസം കൊണ്ട് 3 കോടിയാണ് കണ്ണപ്പ നേടിയിരിക്കുന്നത്. തെലുങ്കിൽ നിന്നും 25.15 കോടിയും തമിഴ്നാട്ടിൽ നിന്നും 1.83 കോടിയും വിഷ്ണു മഞ്ജു ചിത്രം നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും 80 ലക്ഷം രൂപയാണ് ചിത്രം നേടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആഗോള കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ 7 ദിവസം കൊണ്ട് 40.5 കോടി രൂപ കണ്ണപ്പ നേടിക്കഴിഞ്ഞു. 5.05 കോടിയാണ് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റേതായി നിരവധി വ്യാജ പ്രിന്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് വിഷ്ണു മഞ്ജു കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു. നമ്മുടെ മക്കളെ മോഷ്ടിക്കാൻ പഠിപ്പിക്കരുതെന്നും വ്യാജ പതിപ്പുകൾ കാണുന്നത് പ്രോത്സാഹിപ്പിക്കരുതെന്നും കുറിപ്പിൽ പറയുന്നു. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് അടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത്. ഒരു നിരീശ്വരവാദി ആത്മീയ പാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത്. കാലാതീതമായ വിശ്വാസത്തിനും വീരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാലും വിഷ്ണു മഞ്ജുവും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത്. AVA എന്റർടൈൻമെന്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. ഹോളിവുഡ് ഛായാഗ്രഹകൻ ഷിൽഡൻ ചാവുവാണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺസാൽവസ് ആണ്. കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 200 കോടി ബജറ്റിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. മോഹൻ ബാബു, ശരത് കുമാർ, കാജൽ അഗർവാൾ, മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. അർപ്പിത് രംഗ, ബ്രഹ്മാനന്ദൻ, ശിവബാലാജി, ബ്രഹ്മാജി, കൌശൽ മന്ദ, ദേവരാജ്, മുകേഷ് ഋഷി, രഘുബാബു, പ്രിറ്റി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.